വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് DYFI പ്രതിഷേധം. സുൽത്താൻ ബത്തേരിയിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് DYFIയുടെ പ്രതിഷേധം. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഈ പ്രതിഷേധം മറ്റൊരു ഘട്ടത്തിലേക്ക്, അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് നേരത്തെ DYFIയും CPM ഒക്കെ പോയതാണ്. ഇപ്പോൾ ഈ പ്രതി ചേർക്കുക കൂടി ചെയ്തതോടുകൂടി MLAയുടെ രാജി ആവശ്യം, അതുപോലെ DCC അധ്യക്ഷനൊക്കെ കേസിൻ്റെ ഭാഗമാകുന്നതോടുകൂടി അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണോ അവർ? രജിത്ത്, ഈ കേസിൽ ഇപ്പോൾ നിലവിൽ 4 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അതിൽ 3 പേർ കോൺഗ്രസിന്റെ സജീവമായ രംഗത്തുണ്ട്. ഒരാൾ മരിച്ചു. അങ്ങനെ 4 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. അതിൽ IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ DCC പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ KK ഗോപിനാഥൻ, മുൻ കോൺഗ്രസ് നേതാവാണ്. PV ബാലചന്ദ്രൻ നേരത്തെ മരിച്ചിരുന്നു, അദ്ദേഹം ഈ പ്രതിപട്ടികയിലുണ്ട്. അങ്ങനെ 4 പേരുടെ പേരിലാണ് ഇപ്പോൾ പോലീസ് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് LDF എന്നുള്ളതാണ് പറയുന്നത്. ഇടത് കക്ഷികൾ ഇന്നലെ തന്നെ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. മാത്രമല്ല IC ബാലകൃഷ്ണൻ MLA സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് DYFI റോഡ് ഉപരോധിക്കുന്നത്. ബത്തേരിയിലെ സ്വതന്ത്ര മൈതാനിയിലാണ് ഇപ്പോൾ റോഡ് ഉപരോധം നടക്കുന്നത്. പ്രകടനമായി എത്തിയ DYFI പ്രവർത്തകരാണ് റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ഒരു വഴിയിലേക്ക് CPM തിരിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഇതിന് അപ്പുറത്തേക്ക് ചില പരാതികൾ കൂടി CPM നൽകുന്നുണ്ട്. CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ സുരേഷ് താളൂർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകിയിട്ടുണ്ട്. കാരണം അത് ഈ KPCC ഉപസമിതിക്കെതിരെയാണ് പരാതി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, TN പ്രതാപൻ, സണ്ണി ജോസഫ്, അതോടൊപ്പം K ജയന്ത് ഉൾപ്പെടെയുള്ള 4 അംഗ ഉപസമിതിക്കെതിരെയാണ് പരാതി. ആ പരാതി ബത്തേരി പോലീസ് സ്റ്റേഷനിലാണ് നൽകിയിരിക്കുന്നത്. അതിൽ നൽകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൽ ഇരകളായിട്ടുള്ള കുടുംബത്തെ സ്വാധീനിക്കാൻ, അതായത് മകനെയും മരുമകളെയും സ്വാധീനിക്കാൻ ശ്രമിച്ച് ഈ കേസ് ലഘൂകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതാണ് ആക്ഷേപം. ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കത്തിലുള്ളത്. ആ കത്തിൽ ഈ NM വിജയന്റെ കത്തിലുള്ള അങ്ങനെ ആരോപണങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ഈ കേസ് ലഘൂകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായുള്ള ഇടപെടൽ ഈ ഇരകളായിട്ടുള്ള ആളുകളെ സ്വാധീനിക്കുകയാണ്. മാത്രമല്ല പലരും ഈ ആരോപണം ഉന്നയിച്ച, പരാതി ഉന്നയിച്ച ആളുകൾക്ക് പണം നൽകിക്കൊണ്ട് ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നു. സമാന്തരമായി അത് കോൺഗ്രസ് നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള ആക്ഷേപമാണ് സുരേഷ് താളൂരിന്റെ പരാതിയിൽ ഉന്നയിക്കുന്നത്. ഇത്തരത്തിലൊരു പരാതി CPM ഔദ്യോഗികമായി തന്നെ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യണം, IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്.